നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആർ.കെ. നാരായണൻ എഴുതിയ സ്റ്റോറിയാണ്. ആ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. വാട്ട് ഈസ് 16 and 3 multiplied? asked the teacher. The boy blinked. The teacher persisted and the boy promptly answered 24. With, as it seemed to the teacher, a wicked smile on his lips. The boy evidently was trying to fool him and was being contrary on purpose. He had corrected this error repeatedly, and now the boy persisted in saying 24. How could this fellow be made to obtain 50 in the class test and go up by double promotion to the first 4, as his parents fondly hoped? At the mention of 24, the teacher felt his blood rushing to his head. He controlled himself and asked again, "How much?" As a last chance, when the boy obstinately said the same, he felt as if his finger were releasing the trigger. He reached across the table and delivered a wholesome snap on the youngster's cheek. The boy gazed at him for a moment and then burst into tears. The teacher, now regained his normal vision, felt appalled by his own action and begged frantically, "Don't cry, little fellow, you mustn't. I will tell them," sobbed the boy. അപ്പോൾ നമ്മൾ ഈ കഥയിൽ കാണുന്നത് ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള എന്താണ് ഒരു റിലേഷൻ, അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ആ കുട്ടി ആ ടീച്ചർ പറയുന്നത് അംഗീകരിക്കുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല, ആ ഒരു കഥയാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട്, ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഈ കുട്ടിക്ക് ഒരു ഡബിൾ പ്രൊമോഷനോടുകൂടി ഫസ്റ്റ് ഫോമിൽ പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ഈ ടീച്ചർ. ആ വീട്ടിൻ്റെ അവിടെ ചേർന്ന് തന്നെയാണ് ഈ നഴ്സറി, അവിടെ വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ വന്ന് ചോദിക്കുകയാണ്, മാത്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. എത്രയാണ് 16 × 3, അല്ലെങ്കിൽ 16ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുമെന്നുള്ള ചോദ്യമായിരുന്നു ടീച്ചർ ഉന്നയിച്ചത്. അപ്പോൾ ബോയ് ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ട് ആൻസർ പറയാണ് 24. അപ്പോൾ ടീച്ചർക്ക് കുറച്ച് ദേഷ്യം വന്നു. 24 പറഞ്ഞ് കേട്ടപ്പോൾ കുറച്ച് ദേഷ്യം വന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ തവണയല്ല ഈ ബോയ് തെറ്റിക്കുന്നത്. എത്ര തവണ തെറ്റിച്ചാലും ആ ടീച്ചർ ഇത് ആൻസർ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് വീണ്ടും ഈ ബോയ് തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ടീച്ചർക്ക് ആ മൊമെൻറ്റിൽ കുറച്ച് ദേഷ്യം വന്നു. വീണ്ടും ടീച്ചർ ചോദിച്ചു, എത്രയാണ് 16 × 3? അപ്പോൾ ബോയ് വീണ്ടും നല്ല പ്രോംപ്റ്റ്ലി ആയിട്ട്, അല്ലെങ്കിൽ ഒരു കൂസലുമില്ലാതെ പറയുകയാണ് 24. അപ്പോൾ വീണ്ടും ടീച്ചർ കുറച്ച് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, ആ ബോയ് ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ കവിളിലൊന്ന് അടിച്ചു, സ്ലാപ്പ് ചെയ്തു. അപ്പോൾ ആദ്യം ഈ ബോയ് ടീച്ചർ ഒന്ന് നോക്കി, അതിനുശേഷം എന്ത് ചെയ്തു, കരയാൻ ആരംഭിച്ചു. അപ്പോൾ ഈ കരച്ചിൽ കണ്ടപ്പോഴാണ് ടീച്ചർക്ക് തൻ്റെ നോർമൽ സെൻസിലേക്ക് തിരിച്ചു വന്നത്. ആ ദേഷ്യമൊക്കെ വിട്ട് സാധാ ലെവലിലേക്ക് തിരിച്ചു വന്നത്. ടീച്ചർ പറയാണ്, കരയണ്ട, എന്താണ് നീ കരയേണ്ട കൊച്ചുകുട്ടി എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ബോയ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്താണ്, ഞാൻ അവരുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്തായിരിക്കും, ഞാൻ അവരുടെ അടുത്ത് പറയും എന്ന് പറയുകയാണ്. "ഓ നോ നോ നോ," appealed the teacher. He looked about cautiously. Fortunately, this nursery was a little bit distance from the main building. അപ്പോൾ ടീച്ചർ പറയണം, അങ്ങനെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ പറഞ്ഞുകൂടാ എന്നുള്ള കാര്യം, അടിച്ചത് പുറത്താരടുത്ത് പറയരുതെന്നാണ് ടീച്ചർ പറഞ്ഞത്. എന്നിട്ട് ടീച്ചർ ക്യൂഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചുറ്റും നോക്കിയാണ്. അപ്പോൾ ഈ നഴ്സറി മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പുറത്ത് കേൾക്കാനുള്ള ചാൻസ് അധികം ഇല്ല. "I will tell my mother," said the boy. ഞാൻ എൻ്റെ അമ്മയോട് പറയും. His parents said once that the boy was a little angel, all dimples, smiles and sweetness, only wings lacking. He was their only child. They had abundant affection and ample money. They built a nursery, bought him expensive toys, fitted up miniature furniture sets, gave him a small pedal motor car to go about in all over the garden. They filled up his cupboard with all kinds of sweets and biscuits and left it to his good sense to devour them moderately. They believed a great deal in leaving things that way. അപ്പോൾ എന്താണ്, ഈ കുട്ടിയുടെ പാരൻസ് ഒരിക്കൽ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവനെന്ന് പറയുന്ന ഒരു ലിറ്റിൽ ഏഞ്ചൽസ് ആണ്, ഭയങ്കര സ്വീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ അത്രയ്ക്കും കെയർഫുള്ളായിട്ടാണ്, അല്ലെങ്കിൽ കൊഞ്ചിച്ചാണ് ഈ പാരൻസ് വളർത്തുന്നത്. അവന് ആവശ്യത്തിലധികം അഫെക്ഷൻ, സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവന് വേണ്ടി സ്വന്തമായിട്ടൊരു എക്സ്പെൻസീവ്
ടോയ്സൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മിനിയേച്ചർ ഫർണിച്ചർ സെറ്റുണ്ട്. അതിനകത്ത് ആ കബോർഡ്, അവൻ്റെ കബോർഡിന് അകത്ത് നിറച്ചും സ്വീറ്റ്സും ബിസ്ക്കറ്റ്സും എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവന് വേണ്ടി സ്വന്തമായിട്ടൊരു നഴ്സറി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്യുന്നുണ്ട്. You must never set up any sort of contrariness or repression in the child's mind, declared the parents. You will damage him for life. It no doubt requires a lot of disciplines on our part, but it's worth it, they declared primly. We shall be bringing up a healthy citizen. അപ്പോൾ അവൻ്റെ അടുത്ത് അവൻ്റെ പാരൻസ് നമ്മുടെ ടീച്ചറിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് എന്താണ്, ഇവന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള കുട്ടിയുടെ മനസ്സിലേക്കൊന്നും അടിച്ചേൽപ്പിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാരൻസ് പറഞ്ഞത്. എന്നിട്ട് പാരൻസ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ നല്ല ഡിസിപ്ലിനിൽ നല്ല ഹെൽത്തി സിറ്റിസൺ ആക്കി വളർത്തും. Yes, the teacher agreed outwardly, feeling more and more convinced every day that what the little fellow needed to make him a normal citizen was not cajoling, but an anna's worth of cane, for which he was prepared to advance the outlay. For the teacher, it was a life of utter travail. The only revealing feature in the whole business was the 30 rupees they paid him on every first day. I took him in all 3 hours every evening, of which the first half an hour he had to listen to the child psychology theories of the parents. The father had written a thesis on infant psychology for his MA, and the lady had studied a great deal of it for her BA. They lectured to him every day on their theories, and he got more and more the feeling that they wanted him to deal with the boy as if he were made of thin glass. He had to pretend that he agreed with them, while his own private view was that he was in charge of a little gorilla. അപ്പോൾ ടീച്ചർ ആദ്യം അംഗീകരിച്ചു, ഞാൻ അങ്ങനെ തന്നെ നോക്കിക്കോളാം, ഒരു കുഴപ്പവും വരുത്താതെ അവനെ ശ്രദ്ധിച്ച് തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താണ്, ടീച്ചറിന് ഈ ജോലി ഏറ്റെടുക്കാൻ കാരണമെന്ന് വെച്ചാൽ എല്ലാ 1-ാം തീയതിയും ടീച്ചറിന് എന്ത് ചെയ്യും, ഇവർ 30 rupees കൊടുക്കുക, നല്ലൊരു സാലറി ആയിരുന്നു അന്നത്തെ കാലത്ത്, അത് കൊടുക്കും എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ടീച്ചറെ ഈ കുട്ടിയുടെ ചുമതല ഏറ്റെടുത്തത്. എല്ലാ ഈവനിങ്ങിലും 3 hours ഈ കുട്ടിക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട് ടീച്ചർ. അപ്പോൾ അതിനകത്ത് തന്നെ ഫസ്റ്റ് ഹാഫ് ആൻ അവർ എങ്ങനെ പോകും, ഈ പാരൻസ് വന്നിട്ട് പാരൻസിൻ്റെ ചൈൽഡ് സൈക്കോളജി തിയറീസൊക്കെ അങ്ങ് പ്രസൻറ്റ് ചെയ്യും. അതായത് ടീച്ചറിന് പറഞ്ഞു കൊടുക്കുകയാണ് ചൈൽഡ് സൈക്കോളജിയെക്കുറിച്ച്. കാരണം ഈ കുട്ടിയുടെ ഫാദർ തിയറി MA തിയറി സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി ആയിരുന്നു. മദർ BA ഇത് ഒരുപാട് കാര്യങ്ങൾ ചൈൽഡ് സൈക്കോളജിയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെയുള്ള നീണ്ട ഡിസ്കഷൻസൊക്കെ ഈ പാരൻസ് ഈ ടീച്ചറിൻ്റെ അടുത്ത് നടത്തുമായിരുന്നു ഫസ്റ്റ് ഹാഫ് ആൻ അവർ. അതുപോലെ തന്നെ ഈ പാരൻസിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഈ കുട്ടിയെ ഒരു തിൻ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ചില്ല് പാത്രം പോലെ സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ ചില്ല് പാത്രം തറ വീണാൽ പൊട്ടിപ്പോകും, അതുപോലെ കെയർഫുള്ളായിട്ട് നോക്കണം എന്നാണ് പാരൻസിൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ ചിൽഡ്രനെ ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയെ ഇങ്ങനെ നോക്കണം എന്നാണ് പാരൻസിൻ്റെ ഒപ്പീനിയൻ. പക്ഷേ ഈ ടീച്ചർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവന് കാജോളിങ് എന്ന് വെച്ചാൽ ഈ നമ്മളൊരു ടേമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് വാത്സല്യം അങ്ങനെ കൊഞ്ചിക്കുന്നതിന് പകരം അവന് അത്യാവശ്യം വേണ്ടത് ഒരണയുടെ ഒരു ചൂരൽ മാത്രമാണ്. അതായത് അതുണ്ടെങ്കിൽ അവൻ ഒരു ഹെൽത്തി സിറ്റിസൺ ആയിട്ട് മാറത്തുള്ളൂ എന്നാണ് ടീച്ചറിൻ്റെ വ്യൂ. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ഒരു പ്രൈവറ്റ് വ്യൂ ഉണ്ട്. എന്താണ്, താൻ നോക്കുന്നത് അത്രയ്ക്കും ലിറ്റിൽ ഏഞ്ചലിനെ അല്ല, പകരം ഒരു ലിറ്റിൽ ഗൊറില്ലയാണെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. Now the teacher did not know how to quieten the boy, who kept sobbing. He felt desperate. He told the youngster, "You must not cry for these trifling matters. You must be like a soldier." അപ്പോൾ ഇപ്പോൾ ടീച്ചറിന് എങ്ങനെ ആ കുട്ടിയെ ക്വയറ്റൻ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ടീച്ചർ ഡെസ്പറേറ്റായി. എന്നിട്ട് ആ യങ്സ്റ്റർ ആ കുട്ടീൻ്റെ അടുത്ത് പറയുകയാണ്, എന്താണ്, നീ ഒരിക്കലും കരയരുത്, ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് നീ കരയരുത്, നീ ഒരു സോൾജറിനെ കണക്ക് ബ്രേവ് ആയിരിക്കണം എന്ന് പറഞ്ഞു. "A soldier will shoot with a gun if he is hit," said the boy in reply. The teacher treated it as a joke and laughed artificially. The boy caught the infection and laughed too. "This is the situation somewhat. Go and wash your face," suggested the teacher. A fine blue proclaim closet was attached to the nursery. The boy disobeyed and commanded, "Close the lessons today." The teacher cried. The teacher was aghast. No, he cried. അപ്പോൾ എന്താണ്, ഞാൻ ഒരു സോൾജർ ആയിരുന്നു, എന്ത് ചെയ്തേനെ, എന്നെ അടിച്ചിരുന്നേ ഞാൻ തിരിച്ച് ഷൂട്ട് ചെയ്തേനെ എന്ന് പറഞ്ഞു. അപ്പം ടീച്ചറിന് അതൊരു ജോക്കായിട്ട് കണക്കിലെടുത്ത് ടീച്ചറെ ആർട്ടിഫിഷ്യലായിട്ട് ചിരി വന്നിട്ടൊന്നും അല്ല, എന്നാലും ഒന്ന് ചിരിച്ചു. ഈ കുട്ടി കരയുകയാണല്ലോ.
അപ്പോൾ ഇതിൽ അട്രാക്റ്റഡായി ഇൻഫെക്ഷ്യസ് ആയി അവൻ എന്ത് ചെയ്തു, അവനും ചിരിച്ചു. അപ്പോൾ ആ സിറ്റുവേഷൻ കുറച്ച് ഈസായി, അല്ലെങ്കിൽ സിറ്റുവേഷൻ അവൻ കരയുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്ന് മാറി. എന്നിട്ട് അപ്പോൾ ടീച്ചർ അവൻ്റെ അടുത്ത് കമാൻഡ് ചെയ്യണം, നീ പോയി മുഖം കഴുകിട്ടോ. അപ്പോൾ ഈ നഴ്സറിയിൽ ചേർന്ന് വളരെ വളരെ കോസ്റ്റ്ലി ആയ ഒരു ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി മുഖം കഴുകാനാണ് ടീച്ചർ അവൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. അപ്പോൾ അവൻ അത് നിരസിച്ചിട്ട് പറഞ്ഞു, ഇന്നത്തെ ഈ ക്ലാസ്സുകൾ മതി എന്ന് പറഞ്ഞു, ഇന്നത്തേക്ക് പഠിച്ചത് മതി. Then I will go and tell my mother, threatened the boy. He pushed the chair back and got up. The teacher rushed up to him and held him down. My dear fellow, I am to be here for another hour. The boy said, all right, watch me put the engine on straight. അപ്പോൾ ടീച്ചർ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, എങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് പോയിട്ട് പറയുമെന്ന് പറഞ്ഞ് അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ ടീച്ചർ അവൻ്റെ അടുത്തോട്ട് ഓടി ചെന്നിട്ട് ഇരുത്തിയിട്ട് ടീച്ചർ പറയുകയാണ്, നോക്കൂ എനിക്കിനി 1 മണിക്കൂറത്തെ ക്ലാസ്സോടെ ബാക്കിയുണ്ട്. അപ്പോൾ ബോയ് പറഞ്ഞു, എങ്കിൽ ഞാൻ ട്രെയിനിൻ്റെ എൻജിൻ ഫിറ്റ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറഞ്ഞു. ഇഫ് യുവർ ഫാദർ കംസ് ഇൻ സെഡ് ദ ടീച്ചർ, അപ്പോൾ നിൻ്റെ അച്ഛൻ വന്നാലോ? ടെൽ ഹിം ഇറ്റ് ഈസ് ആൻ എൻജിൻ ലെസൺ സെഡ് ദ ബോയ് ആൻഡ് ഹി സ്മൈൽഡ് മെലിഷ്യസ്ലി. He went over to his cupboard, opened it, took out his train set and started assembling the track. He wound the engine and put it down, and it went round and round. You are the station master, proclaimed the boy. No, cried the teacher. You have your test the day after tomorrow. The boy merely smiled in a superior way and repeated, will you be station master or not? അപ്പോൾ അച്ഛൻ വന്ന് എന്ത് പറയണം, ഇത് എൻജിൻ ലെസൺ ആണെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് നമുക്ക് കബോർഡിൽ പോയിട്ട് ആ ലോങ് ട്രെയിൻ സെറ്റൊക്കെ എടുത്തിട്ട് ആ തറയിലേക്ക് നിവർത്തി അതങ്ങ് ഇട്ട്. എന്നിട്ട് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളാണ് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ് പറ്റില്ല, നാളേക്ക് ശേഷം നാളേക്ക് ശേഷമുള്ള അടുത്ത ദിവസം നിൻ്റെ ടെസ്റ്റ് ഉള്ളതാണ്, നിനക്ക് പഠിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോയി ഒന്ന് ചിരിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ ആവുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. The teacher was annoyed. I won't be a station master, he said defiantly. Whereupon the young fellow said, oh, is that what you say? He gently touched his cheek and murmured, it is paining me here awfully. I must see my mother. He made a movement towards the door. The teacher watched him with a dull desperation. The boy's cheek was still red, so he said, don't boy, you want me to be a station master? What shall I have to do? അപ്പോൾ എന്നിട്ട് ബോയുടെ അടുത്ത് ടീച്ചർ പറയുകയാണ്, എനിക്ക് സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ ഒന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ബോയ് പറയുകയാണ്, ഒന്ന് ചിരിച്ചിട്ട് അവൻ്റെ കവിളിലും തൊട്ട് പറയുകയാണ്, എനിക്കിപ്പോഴും ഇവിടെ വേദനയുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുന്നു. അപ്പോൾ ടീച്ചർ നോക്കിയപ്പോൾ അവൻ്റെ ആ കവിൾ ഇപ്പോഴും ചുമന്നിരിക്കുകയാണ്. ടീച്ചർ പറഞ്ഞു, വേണ്ട പോകണ്ട, നിനക്കിപ്പോൾ ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ ആവണം അല്ലേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ദ ബോയ് ഡയറക്റ്റഡ്, when the train comes to your station, you must blow the whistle and cry, engine driver, stop the train. There are lots of people today who have brought tickets. അപ്പോൾ ബോയ് പറഞ്ഞു കൊടുക്കുകയാണ്, ട്രെയിൻ വരുമ്പോൾ നിങ്ങളുടെ സ്റ്റേഷനിൽ ട്രെയിൻ വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ വിളിച്ച് പറയണം, എൻജിൻ ഡ്രൈവർ എന്ത് ചെയ്യാൻ, ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യണം, ഇവിടെ നിന്ന് കയറാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. The teacher hunched up in a corner and obeyed. He grew tired of the position and the game in 30 minutes and got up, much to displeasure of his people. Luckily for him, the engine also suddenly refused to move. The boy handed it to him as he went back to his seat and said, repair it, sir. He turned it about in his hand and said, I can't, I know nothing about it. അപ്പോൾ ടീച്ചറും അവൻ പറഞ്ഞെന്ന് കേട്ട് ആ കോർണറിൽ പോയി അങ്ങ് ഇരുന്നു. അപ്പോൾ ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ടയേർഡായി. പിന്നെ ആ ട്രെയിനും മൂവ് ചെയ്യാനൊക്കെ മടിച്ചു, അല്ലെങ്കിൽ ആ ട്രെയിൻ എൻജിൻ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ട്രെയിനിൻ്റെ എൻജിൻ എടുത്ത് ടീച്ചറിനെ കൊണ്ട് കൊടുത്തിട്ട് പോയി ആ കസ്റ്റഡിയിൽ പോയി എന്നിട്ട് പറയുകയാണ്, സാർ അത് റിപ്പയർ ചെയ്യും. അപ്പോൾ ആ ടീച്ചർ അത് കയ്യിലൊന്ന് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. It must go, said the boy firmly. The teacher felt desperate. He was absolutely non-mechanical. He could not turn the simplest screw if it was to save his life. The boy stamped his foot impatiently and waited like a tyrant. The teacher put it away definitely with, I can't and I won't. The boy immediately switched
On to another demand, tell me a story. അപ്പോൾ ബോയ് പറയുകയാണ് അതെന്തായാലും ഓടണം എന്ന് പറഞ്ഞു, ട്രെയിൻ എന്തായാലും ശരിയാക്കണം, അത് ഓടണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ടീച്ചർ ആബ്സല്യൂട്ട്ലി ഒരു നോൺ മെക്കാനിക്കലായിരുന്നു, അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് ശരിയാക്കാനൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സേവ് ചെയ്യാനായിട്ടാണെങ്കിൽ പോലും ഒരു സ്ക്രൂ തിരിക്കാൻ പോലും ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് നോൺ മെക്കാനിക്കലാണ് ഇദ്ദേഹം. എന്നിട്ട് ബോയ് അവസാനം വളരെ അക്ഷമനായിട്ടിരിക്കുകയാണ്. അവസാനം ടീച്ചർ പറഞ്ഞു എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ബോയ് വേറൊരു ഡിമാൻഡ് കൊണ്ടുവച്ചു, എനിക്കൊരു കഥ പറഞ്ഞു തരൂ. യു ഹാവൻ ഡൺ എ സം, ഇറ്റ് ഈസ് 8:30. ഇതുവരെ ഒരു കണക്ക് ചെയ്തിട്ടില്ല, ഇതിപ്പോൾ 8:30 എന്ന് ആര് പറഞ്ഞു? ടീച്ചർ പറഞ്ഞു. ഐ ഡോണ്ട് കെയർ ഫോർ സംസ് സെഡ് ദ ബോയ്, ടെൽ മി എ സ്റ്റോറി. എനിക്ക് സമ്മിൻ്റെ കാര്യമൊന്നും അറിയണ്ട, എനിക്കൊരു കഥ പറഞ്ഞു തരൂ. നോ. ദ ബോയ് കാൾ അപ്പാ അപ്പാ. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ബോയ് അച്ഛനെ വിളിക്കുകയാണ്. വൈ ആർ യു ഷൗട്ടിങ് ലൈക്ക് ദാറ്റ് ഫോർ യുവർ ഫാദർ? നീ എന്തിനാണ് ഇങ്ങനെ നടന്ന് എൻ്റെ ഫാദറിനെ വിളിക്കുന്നത്? ഐ ഹാവ് സംതിങ് ടു ടെൽ ഹിം, സംതിങ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അത് എൻ്റെ ഫാദറിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ദ ടീച്ചർ വാസ് ഒബ്ലൈഗ്ഡ് ടു ബിഗിൻ ദ സ്റ്റോറി ഓഫ് എ ബൈസൺ ആൻഡ് എ ടൈഗർ. And then he passed on to Ali Baba and 40 thieves and Alauddin's lamp. The boy listened, rapped and ordered, I want to hear the story of the bison again. It is good. The teacher was short of breath. He had done 6 hours of teaching at the school during the day. Tomorrow I have lost all my breath. അപ്പോൾ ടീച്ചർ ഭയങ്കര ഒബ്ലൈഡായിട്ട് ഭയങ്കര വിനയാനുഗതനായിട്ട് പറയുകയാണ്. എന്താണ് സ്റ്റോറി പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം ഒരു ബൈസൻ്റെയും ടൈഗറിൻ്റെയും കഥ പറഞ്ഞു, പിന്നെ അലിബാബയും 40 കള്ളന്മാരും അത് പറഞ്ഞു, അലാവുദ്ദീൻ സ്ലാം അത് പറഞ്ഞു. അവസാനം ഇതൊക്കെ തീർന്നപ്പോൾ ബോയ് വീണ്ടും ആവശ്യപ്പെടുകയാണ് ആ ബൈസൻ്റെ കഥ ഒന്നുകൂടെ പറഞ്ഞ് അത് കൊള്ളായിരുന്നു എന്ന് പറയുകയാണ്. ഇപ്പോൾ ടീച്ചർ ആകെ തളർന്നിരിക്കുകയാണ്, കാരണം സ്കൂളിൽ 6 മണിക്കൂറത്തെ ക്ലാസ് കഴിഞ്ഞു, പിന്നെ ഇവിടെ വന്നിട്ട് 3 മണിക്കൂർ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ ബോയ് കാണിക്കുന്നത്. പറഞ്ഞു നാളെ ആവട്ടെ, എൻ്റെ ശ്വാസമൊക്കെ നിന്നിരിക്കുകയാണ്, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ ആൾ റൈറ്റ്, ഐ വിൽ ഗോ ആൻഡ് ടെൽ, exclaimed the boy. He got up and started running all of a sudden towards the house, and the teacher chattered after him. The boy was too fast for him, wheeled about madly, and made the teacher run around the garden thrice. The teacher looked beaten. The boy took pity on him and stopped near the rose bush, but the moment he went up and tried to put his hand on him, the boy darted through and ran off. It was a hopeless pursuit. The boy enjoyed it immensely, laughing fiercely. The teacher's face flushed and he gasped uncomfortably. He felt a darkness welling up around him. He sank down the portico step. അപ്പോൾ ഈ ബോയ് ഇറങ്ങി ഓടാൻ ആരംഭിച്ചു. അപ്പോൾ ടീച്ചർ അവൻ്റെ പിറകെ ഓടി. അപ്പോൾ ബോയ് ഭയങ്കര സ്പീഡിലാണ് ഓടുന്നത്. ടീച്ചറിനെ അവനെ പിടിക്കാൻ പറ്റിയില്ല. ഈ ടീച്ചറിനെ ഗാർഡന് ചുറ്റും 3 തവണയായിട്ട് ഓടിച്ചു. അവസാനം ടീച്ചർ തളർന്ന് അവിടെ നിന്നപ്പോൾ ബോയ് അവിടെ നിന്നു. ആരെങ്കിലും ഓടാൻ ഒരു രസമില്ലല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ബോയ് അവിടെ നിന്നു. പിന്നെ ടീച്ചർ പതുക്കെ ചെന്ന് അവനെ പിടിക്കാൻ നോക്കിയപ്പോൾ അവൻ കുതറി ഓടി രക്ഷപ്പെടാൻ വീണ്ടും ശ്രമിച്ചു. അങ്ങനെ അവനെ പിടിക്കാൻ പറ്റില്ല എന്നായി. അവസാനം ടീച്ചറിന് ആകെ ക്ഷീണിച്ച് ശ്വാസമൊക്കെ മുട്ടി ആ ഒരു അവസ്ഥയിൽ ചുറ്റും കണ്ണിലൊക്കെ ഇരുട്ടൊക്കെ കയറി അവസാനം അവിടെ ഇരിക്കുകയാണ് ടീച്ചർ. At this moment, father and mother emerged from the house. What is the matter? The teacher struggled up to his feet awkwardly. He was still painting badly and could not talk. He had already made up his mind that he would confess and take the consequence, rather than stand the blackmail by this boy. It seemed less forbidding to throw himself at the mercy of the elders. They looked inquiringly at the boy and asked, Why have you been running in the garden at this hour? The boy looked mischievously at the teacher. The teacher cleared his throat and said, I will explain. He was trying to find the words for his sentence. The father asked, How is he preparing for his test in arithmetic? On hearing the word test, the boy's face fell. He unobtrusively slunk behind his parents and by look and gesture appealed to the teacher not to betray him. He looked so pathetic and desperate that the teacher replied, Only please let him muck up the 16th table a little more. He is all right. He will pull through. The boy looked relieved. The teacher saw his grateful face, felt confident that the boy would not give him up now, and said, Good night, sir. We wished our lessons early, and I was just playing about with the child, something to keep up his spirits, you know. അപ്പോൾ ഫാദർ മദറൊക്കെ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ കാര്യം അങ്ങനെ ചോദിക്കുകയാണ്.
അപ്പോൾ ബോയ് അവരുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ബോയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ സമയത്ത് കിടന്ന് ഓടുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ടീച്ചർ വിചാരിക്കുകയാണ്, എന്തായാലും ഇനി അവൻ്റെ ബ്ലാക്ക് മെയിലിൽ നിൽക്കുന്നതിനേക്കാളും അവരുടെ കാര്യം തുറന്നു പറയുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ത്രോട്ടൊക്കെ ക്ലിയറാക്കി സംസാരിക്കാൻ ഒരുങ്ങി വാക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഫാദർ ചോദിക്കുന്നത്, ഇവൻ്റെ അരിത്തമെറ്റിക് പ്രിപ്പറേഷനൊക്കെ എങ്ങനെയുണ്ട്, ടെസ്റ്റൊക്കെ പാസ്സാകുമോ എന്നുള്ള ചോദ്യം. ടെസ്റ്റ് എന്ന് കേട്ടപ്പോഴേ ബോയിയുടെ മുഖം ഒന്ന് വാടി. അപ്പോൾ എന്നിട്ട് പുറകോട്ട് നിന്നിട്ട് ഈ ബോയെക്കുറിച്ച് കുറ്റം പറയരുതെന്ന് ടീച്ചറിൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. ഒന്ന് അവൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് ടീച്ചറിന് മനസ്സിലായി. അപ്പോൾ ടീച്ചർ പറയുകയാണ്, അവൻ്റെ പഠിത്തമൊന്നും കുഴപ്പമില്ല, അവന് 16ാമത്തെ ടേബിൾ കുറച്ചുകൂടെ ഒന്ന് പഠിക്കണമെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്, അവൻ ടെസ്റ്റ് ക്ലിയർ ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ ബോയ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഉള്ള ഒരു ഫീലിങ്ങിലേക്ക് പോയി, അല്ലെങ്കിൽ ബോയ്ക്ക് കുറച്ച് സന്തോഷം വന്നു. ഈ ടീച്ചർ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി ഇനി ഈ ബോയെ തന്നെ കുറിച്ച് കുറ്റം പറയില്ല എന്ന് ടീച്ചർക്കും മനസ്സിലായി. എന്നിട്ട് ഫാദറിൻ്റെ അടുത്ത് പറയുകയാണ്, ഗുഡ് നൈറ്റൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്ന് ലെസൺസ് പെട്ടെന്ന് തീർന്നു, അപ്പോൾ ബോയിയുടെ ഈ കുട്ടിയോടൊന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവൻ്റെ സ്പിരിറ്റ്സ് അല്ലെങ്കിൽ അവൻ്റെ ആ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റ് കൂട്ടണമല്ലോ, എന്നാൽ മാത്രമേ അവന് ടെസ്റ്റിലെല്ലാം പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഫാദറിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.